ഇന്നത്തെ വീഡിയോ റോട്ടക്കിൻ്റെ ക്രയോസ്റ്റാറ്റ് ബാത്തിനെ കുറിച്ചിട്ടാണ്. 0 to 50 ഡിഗ്രി വരെ ഈ ഒരു വാട്ടർ ബാത്തിന് റേഞ്ച് ഉണ്ട്. ഇതിൽ വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ടോപ്പിലത്തെ ഹോള് വരെ വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കസ്റ്റമറിന് ആവശ്യമുള്ള അത്രയും വെള്ളം ഫില്ല് ചെയ്യാവുന്നതാണ്. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്തോറും നമ്മൾ ഉദ്ദേശിച്ച കൂളിംഗ് എത്താനുള്ള ടൈം കൂടുതൽ എടുക്കുന്നതായിരിക്കും. അതുപോലെ ഇത് സർക്കുലേഷൻ്റെ കണക്ഷനാണ്. സർക്കുലേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇത് ലിഡ് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ മെഷീൻ്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഡ്രെയിൻ വാൽവ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രെയിൻ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ്. വെള്ളം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡ്രെയിൻ വാൽവ് ക്ലോസ്ഡ് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇനി എങ്ങനെയാണ് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു പവർ സോഴ്സിലേക്ക് നമ്മുടെ പ്ലഗ് കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം ഒരു സ്റ്റെബിലൈസറിൻ്റെ ഒപ്പം മെഷീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇത് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉള്ള മെഷീൻ ആയതുകൊണ്ട് തന്നെ കംപ്രസറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട്, കംപ്രസറിന് കംപ്ലൈൻറ്റ് വരാതിരിക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റെബിലൈസറിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു മെഷീനിലേക്ക് വന്ന് കഴിയുമ്പോൾ ഓൺ ആൻഡ് ഓഫ് MCB എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഓണാവും. അതുപോലെ തന്നെ ഇത് സർക്കുലേഷൻ പമ്പ് ഓണാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഓണാക്കിയ സമയത്ത് ഒരു സൗണ്ട് കേൾക്കാം. അതുപോലെ ഇതിൻ്റെ ഉള്ളൊരു സർക്കുലേഷൻ പമ്പുണ്ട്. സർക്കുലേഷൻ ഫീച്ചർ ഓണാവുന്നത് അതിലൂടെയാണ്. അപ്പോൾ അതുപോലെ ഇത് ഓഫാക്കാനായിട്ട് ഈ ഒരു സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് സർക്കുലേഷൻ പമ്പ് ഓഫ് ആവുന്നതാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ടെമ്പറേച്ചറും കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതൊരു ക്രയോസ്റ്റാറ്റ് ബാത്ത് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹീറ്റിങ്ങും കൂളിങ്ങും ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിഗ്രിയാണ്. അപ്പോൾ 5 ഡിഗ്രിയാണ് ഈ പച്ച കളറിൽ കാണുന്നതാണ് ഇതിനകത്തുള്ള സെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 7 ഡിഗ്രിനകത്തുള്ള പ്രോസസ് വാല്യൂ ആണ്, അല്ലെങ്കിൽ നിലവിൽ ഉള്ള അകത്തുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് ഈ സെറ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ സെറ്റ് 1 എന്നുള്ള ഓപ്ഷൻ വരും. അതിനുശേഷം അപ്പും ഡൗണും ചെയ്തിട്ട് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് മാക്സിമം ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രിയും മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ആ ഒരു ടെമ്പറേച്ചറിൽ കസ്റ്റമർക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു 1 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യാം. 1 ഡിഗ്രിയിലേക്ക് വയ്ക്കുക, എൻ്റർ വെക്കുക, അതിനുശേഷം സെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ സെറ്റ് 2 എന്നുള്ള ഓപ്ഷൻ വരും. അവിടെ നമ്മൾ 1 ഡിഗ്രിയാണ് വയ്ക്കുന്നതെങ്കിൽ 1 ഡിഗ്രി വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, സെറ്റ് 1 സെറ്റ് 2 ഒരേ ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടെമ്പറേച്ചർ വയ്ക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് എൻ്ററിൽ പ്രസ് ചെയ്യുക, അതിനുശേഷം സെറ്റിൽ പ്രസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എൻ്ററിൽ പ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ സെറ്റിൽ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന മെനു ആണ് ALO, അതുപോലെ തന്നെ AH1 എന്ന് പറയുന്ന മെനു. അത് ആക്ച്വലി അലാം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇനി എന്താണ് ALOയും അതുപോലെ തന്നെ AH1 എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. ഇത് ടെമ്പറേച്ചർ വേരിയൻസ് അലാമാണ്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ഫോർ എക്സാമ്പിൾ 15 ഡിഗ്രീസാണ് വെച്ചിരിക്കുന്നതെന്ന് വയ്ക്കാം. ഇപ്പോൾ 15 ഡിഗ്രീസിന് താഴെ ഒരു 10 ഡിഗ്രീസ് താഴേക്ക് പോയി. ഇപ്പോൾ ALO 10 ഡിഗ്രിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 5 ഡിഗ്രിക്ക് താഴെ പോവുകയാണെങ്കിൽ ഒരു 10 ഡിഗ്രി വേരിയൻസ് അവിടെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ ഈ അലാം ലോ കാണിച്ചിട്ട് അലാം സൗണ്ട് നമ്മൾ കേൾക്കും. അതുപോലെ തന്നെ അലാം ഹൈയുടെ വർക്ക് ചെയ്യുന്നത് AH1 വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ 15 ഡിഗ്രിയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ടെമ്പറേച്ചർ ഉള്ളിലുള്ള ചേമ്പറിൻ്റെ വാല്യൂ 10 ഡിഗ്രി കൂടിപ്പോയി, ഇപ്പോൾ 25 ഡിഗ്രിക്ക് മുകളിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ആ സമയത്ത് AH1 വർക്കാവും, അതല്ലെങ്കിൽ അലാം വർക്കാവും. അപ്പോൾ അങ്ങനെ ഒരു വേരിയൻസ് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും മാൽ ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് ഈ ALOയും AH1ഉം. അപ്പോൾ അങ്ങനെ ഒരു അലാം ഉണ്ടെങ്കിൽ മാത്രം സെറ്റ് ചെയ്താൽ മതി, അതില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. വീണ്ടും സെറ്റ് തന്നെ വെക്കുക. വീണ്ടും തിരിച്ച് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് പോയി, നമ്മൾ ആദ്യം കണ്ട സ്ക്രീനിലേക്ക് വന്നു. അപ്പോൾ നമ്മളിവിടെ സെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആയി. അതുപോലെ തന്നെ ഉള്ളിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മുടെ കംപ്രസർ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്, അതായത് കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂളിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ കൂളർ ഓൺ, ഈ ഒരു LED ലൈറ്റ് നമുക്കിവിടെ ബ്ലിങ്ക് ചെയ്തത് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹീറ്ററിൻ്റെ ഇത് ഓഫായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ സെറ്റ് വാല്യൂ 1 എന്നുള്ളത് ഒരു 10 ഡിഗ്രിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്തൊരു വ്യത്യാസം കാണാൻ പറ്റും, ഈ ഒരു ഹീറ്റിംഗ് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും സെറ്റിലേക്ക് പ്രസ് ചെയ്യുകയാണ്, അതിനുശേഷം അതൊരു 10 ഡിഗ്രി വയ്ക്കുകയാണ്. എൻ്റർ പ്രസ് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു, വീണ്ടും സെറ്റ് 2ലേക്ക് നമ്മളത് 10 എന്ന ടെമ്പറേച്ചർ വയ്ക്കുകയാണ്. വീണ്ടും എൻ്റർ പ്രസ് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ വയ്ക്കുന്നു. ഇപ്പോൾ 10 ഡിഗ്രിയിൽ സെറ്റ് ആയിട്ടുണ്ട്, 6 ഡിഗ്രിയാണ് ഉള്ളിലുള്ള വാല്യൂ. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് ഈ ഒരു ഹീറ്റർ ഓൺ ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഹീറ്റർ ഇവിടെ ഓൺ ആയിട്ടുണ്ട്, കൂളിങ്ങിൻ്റെ ഓപ്ഷൻ ഓഫായി, ഇപ്പോൾ ഹീറ്ററാണ് വർക്കാവുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓഫ് ചെയ്യാനായിട്ട് ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുന്നതായിരിക്കും.